ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 കോൺവാലിസ് പ്രഭുവാണ്. സൈനിക സഹായ വ്യവസ്ഥ 1798 വെല്ലസ്ലി പ്രഭു. തകുക്കളെ അമർച്ച ചെയ്തത് 1830 വില്യം ബെന്റിക് പ്രഭു. ദത്തവകാശ നിരോധന നിയമം 1848 ഡൽഹൗസി പ്രഭു. വിധവ പുനർവിവാഹ നിയമം 1856 ഡൽഹൗസി പ്രഭു. ഇന്ത്യൻ പീനൽ കോഡ് 1860 കാനിങ് പ്രഭു. നാട്ടുഭാഷാ പത്ര നിയമം 1878 ലിട്ടൺ പ്രഭു. ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി നിയമം 1881 റിപ്പൺ പ്രഭു. ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക പൊതു സെൻസസ് 1881 റിപ്പൺ പ്രഭു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി നിയമവും ഔദ്യോഗിക പൊതു സെൻസസും 1881 റിപ്പൺ പ്രഭുവാണ്. ഓക്കെ. നാട്ടുഭാഷാ പത്ര നിയമം പിൻവലിക്കൽ അതിൻ്റെ അടുത്ത വർഷം തന്നെയാണ് 1882 റിപ്പൺ പ്രഭു. നെക്സ്റ്റ് ഇൽബർട്ട് ബിൽ 1883 തന്നെയാണ് റിപ്പൺ പ്രഭു കേട്ടോ. 81, 82, 83 നോക്കൂ. ഇതിനകത്ത് 1881 രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യ ഫാക്ടറി നിയമം, ആദ്യ ഔദ്യോഗിക പൊതു സെൻസസും 81 1881 നെക്സ്റ്റ് വർഷം 1882 അതിൽ നാട്ടുഭാഷാ പത്ര നിയമം പിൻവലിക്കലാണ്. നെക്സ്റ്റ് 1883 ഇൽബർട്ട് ബിൽ. ഓക്കെ, ഇതെല്ലാം റിപ്പൺ പ്രഭു തന്നെയാണ്. മൊണ്ടേഗ്യു ചെംസ്ഫോർഡ് പരിഷ്കാരം 1819 ചെംസ്ഫോർഡ് പ്രഭുവാണ് മൊണ്ടേഗ്യു ചെംസ്ഫോർഡ് പരിഷ്കാരം സമയത്ത്. കമ്മ്യൂണൽ അവാർഡ് 1932 വെല്ലിംഗ്ടൺ പ്രഭു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വെല്ലിംഗ്ടൺ പ്രഭു. ക്രിപ്സ് മിഷൻ 1942 ലെങ്ലിത്ഗോ പ്രഭു. ക്യാബിനറ്റ് മിഷൻ 1946 വേവൽ പ്രഭു. തീർച്ചയായും ഒരു മാർക്ക് ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു.